എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ്. ഡിഷിൻ്റെ പേരാണ് ചിക്കൻ ചുക്ക. ഓക്കെ, ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ പുട്ടിൻ്റെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതുപോലെ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമ്മൾ സവോളയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വാ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം 2 സവോള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിൽ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് സ്ലൈഡ്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ദാണ്ട് ഇവിടെ സ്ലൈഡ്സ് ചെയ്തെടുത്തിട്ടുണ്ട് 2 സവോളയും. ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഇത് വറുത്തെടുക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വറക്കണം. കാരണം നമ്മുടെ കയ്യിൽ വെച്ച് ക്രഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊടിയണം. അപ്പം ആ രീതിക്ക് നമ്മളിത് വറുത്തെടുക്കണം. അപ്പം ഞാൻ 2-3 ബാച്ചായിട്ട് ഒരു 3 ബാച്ചായിട്ടാണ് ഞാനിത് വറക്കുന്നത്. കാരണം ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 3 ബാച്ചായിട്ട് വറുത്തെടുക്കുക. കാരണം ഈ എണ്ണ നമ്മളിനി കറിക്ക് എടുക്കത്തില്ല, നമ്മൾ കറിക്ക് ഇനി ഫ്രഷ് എണ്ണ എടുക്കുന്നത്. അതുകൊണ്ട് അപ്പം നോക്കിക്കേ, ഞാൻ എല്ലാം വറുത്തെടുത്ത് നല്ല രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ആദ്യം ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് മസാല ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഏത് മസാല ഇട്ടെന്ന് പറഞ്ഞു തരാവേ. ഞാനൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കൊറിയൻഡർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സവോളയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ആ രീതിയിൽ തന്നെ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പം നോക്കി, നമ്മളുടെ ആ മസാലകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചിക്കനകത്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് കൂടും. കാരണം ഇതിലേക്ക് ഇനി നമ്മൾ മസാല ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് ഇത് വേവിച്ചെടുക്കത്തേ ഉള്ളൂ, മസാല ഒന്നും ചേർക്കുന്നത്. അപ്പം ഈ സമയം നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം ആ മസാല എല്ലാം ചിക്കനിലേക്ക് പിടിക്കും. ഞാനിവിടെ ഒരു 3/4 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്രയാണെന്ന് വെച്ചാൽ വയ്ക്കാം. അപ്പം ഞാൻ 3/4 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത സമയത്ത് നല്ല പോലെ തന്നെ അത് ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. 45 മിനിറ്റ്സിൽ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ, 45 മിനിറ്റ്സ്. ഓക്കെ, അപ്പം നമുക്കിനി ഇത് ഡയറക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഇനി വേറെ നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഡയറക്റ്റ് നമുക്ക് ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പം ഞാനിവിടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളി വറുത്ത എണ്ണയല്ല, ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കുന്നത്. അത് കോക്കനട്ട് ഓയിൽ. നിങ്ങൾക്ക് ഏതെണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ എണ്ണയൊക്കെ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കുമൊക്കെ വരത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് മൂടി വയ്ക്കണം. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ചിക്കനിൽ തന്നെ ഇറങ്ങുന്ന വെള്ളത്തിൽ വേണം ഇത് വേകാനായിട്ട്. അപ്പോഴായിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളൊന്ന് 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കുമ്പം തന്നെ ചിക്കനകത്തുനിന്ന് വെള്ളം നല്ല രീതിയിൽ ഇറങ്ങും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. എത്രത്തോളം നമുക്ക് കുറച്ച് വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഫ്ലെയിം മാക്സിമം ലോയിൽ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഞാൻ തന്നെ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഇതേപോലെ തന്നെ മൂടി വയ്ക്കാവേ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് വരും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വരട്ടിയെടുക്കാം. വളരെ കുറച്ച് സമയം കൊണ്ടല്ലേ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉള്ളി വഴറ്റണ്ട, സവോളയും ഉള്ളിയും പിന്നെ നമ്മുടെ തക്കാളി ഒന്നും വഴറ്റണ്ട, ഡയറക്റ്റ് നമുക്കിടാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം.
നമുക്കിത് തലേദിവസം ഇതുപോലെ നമ്മൾ മസാല എല്ലാം തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എന്ത് പെട്ടെന്ന് എടുത്ത് രാവിലെ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ടോട്ടൽ ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനകത്ത് വെള്ളം എല്ലാം നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. ഇത് വരട്ടി നമുക്കെടുക്കാം. അപ്പോൾ നോക്കിയാൽ ഇത് കാണുമ്പോൾ തോന്നും ചിക്കൻ റോസ്റ്റാണ്, പക്ഷേ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റാണ്. ചിക്കൻ റോസ്റ്റിനേക്കാളും ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുക. കാരണം ഈസി അല്ലേ, അധികം പണിയൊന്നും ഇല്ലല്ലോ. നമ്മുടെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും, ടേസ്റ്റായിട്ടുള്ള ചിക്കൻ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നോക്കിയാൽ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫ്രഷ് കരിയാപ്പില അതുപോലെ തന്നെ നല്ല കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മേളിൽ കൂടി ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ചൊരു 1/2 ടീസ്പൂൺ അത്രേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത്. എന്നിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ പച്ച വെളിച്ചെണ്ണയുടെ മണം എല്ലാം നമ്മുടെ ആ കറിയിലേക്ക് പിടിക്കും. ഇനി നമുക്കിത് ഡയറക്റ്റ് നമ്മളുടെ ഡിഷിൻ്റെ കൂടെ കഴിക്കാം. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതിലും ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായി നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ വന്ന് അറിയിക്കണേ കൂട്ടുകാരെ. അതുപോലെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്.